കർഷകനല്ലേ സാർ, കളവറക്കാൻ ഇറങ്ങുന്നതാണെന്നുള്ള പോലെ ഒരു വലിയ പാടത്ത് അപ്പോ കൃഷിയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പൊ ചെളിയൊക്കെ പറ്റുകയെന്ന് പറഞ്ഞാൽ അപ്പൊ അതൊക്കെ നമ്മൾ എതിർത്ത ആളാണ്. പക്ഷെ അച്ഛന്റെ ഒരു മരണത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ ഈ പാടശേഖരത്തിന്റെ പ്രസിഡന്റാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ നാടിനോട് ഭയങ്കര ഒരു ഇതാണ്. അത് ഒരു 10 ദിവസം ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് വന്ന് ഒന്ന് കറങ്ങിയാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. എല്ലാവരും ഒന്ന് കൈയൊക്കെ ഒന്ന് കാണിച്ചൊന്ന് പോയാൽ മതി, അല്ലാതെ എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്കൊന്ന് വന്ന് നാട്ടിലൊന്ന് എല്ലാവരും ഒന്ന് കണ്ടുപോകും. അതുകൊണ്ടാണ് ഇവിടുന്ന് പോകാത്തത്. എൻ്റെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ടേണിംഗ് ആണ്. ആ സീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം. കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു ജമ്പുണ്ട്, ആ ഒരു ഹൈപ്പുള്ള ഒരു സീനാണ് എന്ന് എനിക്കറിയാം. ഈ പഴയ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പണ്ട് എന്തൊക്കെ ചെയ്തോ, ഇപ്പം കൂടി വന്ന് ചിലപ്പോൾ പേരൻസ് ആയിരിക്കും മക്കളെ അച്ഛൻ്റെ അല്ലെ അമ്മയുടെ കൂടെ ആ സമയത്ത് മറ്റേ പടം അതിലത്തെ യാത്രാ വഴി അങ്ങനെ പറയും വേനക്കിനാവളം. പക്ഷെ ഇപ്പൊ അതല്ല, പുതിയ പിള്ളേര് എന്നെ ഒന്ന് കണ്ടു കേട്ടോ, കണ്ടു കേട്ടോ, തകർത്ത് ഞങ്ങള് ഭയങ്കരമായിട്ട് ചിരിച്ചു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇപ്പഴെന്നെ ഒന്ന് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ സാധിക്കും. അപ്പം ഈ വാഴ 2 എന്ന് പറയുന്നത് യൂത്തിൽ എന്നെ ഒന്ന് തിരിച്ചറിയുവാനും അവരിൽ സ്വീകാര്യനാക്കാനും സാധിച്ചു എന്നുള്ളതാണ് വാഴ 2 കൊണ്ടുള്ള ഏറ്റവും. ഈ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും അത് ഞാൻ പറഞ്ഞില്ലേ, ഈ സീസൺ തൊട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ അന്ന് മുതലുള്ള അദ്ദേഹമായിട്ടുള്ളൊരു കണക്ഷനാണ്. ഈ സീസണിൽ ഞാൻ ഉള്ള കാര്യം അദ്ദേഹത്തിന് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ ആ ഫോട്ടോ കാണിച്ചപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി. ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീൻ്റെ ആ ഫോട്ടോ അന്നത്തെ 30-35 വർഷം മുമ്പുള്ള ആ ഫോട്ടോ ഞാൻ കാണിക്കാൻ ചേട്ടൻ വണ്ടറായി പോയി. ഹൃദയപൂർവ്വം എന്നുള്ള വാക്കും അദ്ദേഹമാണ് എനിക്ക് സംഭാവന ചെയ്തത്. അപ്പൊ ഹൃദയപൂർവ്വം കർഷക നടൻ ആ ബുക്കിന്റെ പേര്. അത് ലാലേട്ടനാ ചെയ്തത്. ശത്രുക്കൾ ഇവിടെയുണ്ട്, മിത്രങ്ങളും ഉണ്ട് ഇല്ലേ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാട്ടിൽ നമുക്ക് അറിയുന്നവരാ, പേരെടുത്ത് വിളിക്കാം നമുക്കൊരാളെ. ഞാൻ അതേ സ്ഥാനത്ത് വേറെടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഭരിക്കുന്ന പാർട്ടിക്കെതിരാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് പിന്നെ ഭരിക്കുന്നവരോടല്ലാതെ ഭരിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഭരിക്കുന്നവരോട് പറയുമ്പോൾ അതിനെതിരാണെന്ന് ചിന്തിക്കരുത്. കാരണം നമ്മളെപ്പോഴും കർഷകന്റെ ഒരു സംഭവം അല്ലെങ്കിൽ വേറെ പൊതു വികാരങ്ങളിൽ പെടുന്ന കാര്യമായാലും നമ്മൾ ഭരിക്കുന്നവരോടാ പറയാൻ പറ്റൂ. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, ഇല്ലെന്ന് പറയുന്നത് ഒരു നാട്യമാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്കും ഉണ്ടാവും വിശ്വാസങ്ങളൊക്കെ. പക്ഷെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാർഷിക മേഖലയിലോ അല്ലെ എൻ്റെ സിനിമ ഇൻഡസ്ട്രിയിലോ ഞാനത് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഹലോ ഗലേറി വിഷൻ വ്യൂവേഴ്സ്, ഇന്ന് ഞാനുള്ളത് അപ്പർ കുട്ടനാടാണ്. കുട്ടനാടിൻ്റെ ഈ ബ്യൂട്ടി, ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത് സിനിമാക്കാരനായ കർഷകൻ എന്ന് പറയണോ അതോ കർഷകനായ സിനിമാക്കാരൻ എന്ന് വിശേഷിപ്പിക്കണോ എന്ന് അറിയില്ല. അതുമാത്രമല്ല, ഈ ഇടയ്ക്ക് നമ്മുടെ വാഴ 2-ൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസിൽ ഒരു വലിയ കൈയടി തിയേറ്ററിൽ മുഴങ്ങി. ഞാൻ വെൽക്കം ചെയ്യുന്നു കൃഷ്ണപ്രസാദ് ഏട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്ഥലത്ത് ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യം. അതായത് വയല്, നമുക്ക് ഒരു തോടിയുണ്ട് ഇവിടെ. അപ്പൊ ചേട്ടാ ഏറ്റവും പുതിയ വിശേഷം വാഴയാണ്. അപ്പോൾ വാഴയിൽ എനിക്ക് തോന്നിയത്, ഞാനിത് തിയേറ്ററിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം ചേട്ടൻ പോലീസ് ഓഫീസറായിട്ട് വന്നിട്ട് പറഞ്ഞ സീനുണ്ടല്ലോ, അവിടെ ഭയങ്കര ലാഫ്സ്, പിന്നെ ആ ഒരു ഇന്ററാക്ഷനിലും ഭയങ്കര ലാഫ്. പിന്നെ എല്ലാവരും ഒരു മിനിറ്റ് ചിന്തിക്കുന്നത്, അയ്യോ ഈ ചേട്ടനെ എവിടെ, ഈ ചേട്ടനെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഒരു കാലഘട്ടം കണ്ടുകൊണ്ടിരുന്ന ചേട്ടനാണല്ലോ, ഇത് നമ്മുടെ കൃഷ്ണപ്രസാദായിട്ടുള്ള പുള്ളി എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പം പുള്ളി നമ്മൾ ഈ പറഞ്ഞ പോലെ കർഷകനല്ലേ സാർ, കളവറക്കാൻ ഇറങ്ങുന്നതാണെന്നുള്ള പോലെ ഒരു വലിയ പാടത്ത് അപ്പോൾ കൃഷിയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. അപ്പോൾ എന്താ ചേട്ടാ, എങ്ങനെയുണ്ട് വാഴ കഴിഞ്ഞിട്ടുള്ള? അല്ല, വാഴ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ടേണിംഗ് ആണ്. ആ സീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം. കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു ജമ്പുണ്ട്, ആ ഒരു ഹൈപ്പുള്ള ഒരു സീനാണ് എന്ന് എനിക്കറിയാം. കാരണം തിയേറ്ററിൽ അത് വർക്കബിൾ ആണ് എന്ന് എനിക്കറിയാം. കാരണം നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് നമ്മുടെ ഒരു ജനറേഷനിലെ ഒരു ന്യൂജൻ അല്ലെങ്കിൽ യൂത്തില് നമുക്കൊക്കെ ഉണ്ടാവുന്ന അനുഭവങ്ങളാണ്. ഏതാ, ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കൂവുക, ബഹളം വെക്കുക, ഇതൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാരൊക്കെ വന്ന് ബഹളം വെക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തപ്പോൾ
ഈ പഴയ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അത് ഒരു വലിയ കാര്യമാണ്. പിന്നെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ്. അതെ അതെ അതെ. ഞാൻ ഒരു വളരെ സോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അതുമല്ല പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞ വേഷം ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്യാരക്ടർ അതിനകത്ത് വന്നു എന്നുള്ളതാണ് അതിനകത്ത് എല്ലാം. ആ പടത്തിൽ ടോട്ടലി അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു സംഭവം എനിക്കും എന്നെ കണ്ടവർക്കും കാരണം പ്രതീക്ഷിക്കാത്തൊരു സാധനം അങ്ങനെ വന്നപ്പോൾ അത് ഭയങ്കര ഒരു ചിരിയും കയ്യടിയും കിട്ടിയ ഒരു സീനായിട്ട് മാറി. അതിൻ്റെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പണ്ട് എന്തൊക്കെ ചെയ്തോ ഇപ്പം കൂടി വന്ന് ചിലപ്പോൾ പേരൻസ് ആയിരിക്കും മക്കളെ അച്ഛൻ്റെ അല്ലെ അമ്മയുടെ കൂടെ ആ സമയത്ത് മറ്റേ പടം അതിലത്തെ യാത്രാ വഴി അങ്ങനെ പറയും വേനക്കിനാവളം. പക്ഷെ ഇപ്പം അതല്ല, പുതിയ പിള്ളേര് എന്നെ കണ്ടു കേട്ടോ, വാഴ കണ്ടു കേട്ടോ, തകർത്ത് ഞങ്ങള് ഭയങ്കരമായിട്ട് ചിരിച്ചു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മറ്റേ പിള്ളേർക്ക് അറിയില്ല. കാരണം ഈ ഒരു 20 yearsന് താഴെയുള്ളവരൊന്നും നമ്മുടെ പടങ്ങൾ ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പൊ അത് കാരണം അവർക്ക് ഇപ്പോഴെന്നെ ഒന്ന് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ സാധിക്കും. ഈ വാഴ 2 എന്ന് പറയുന്നത് യൂത്തിൽ എന്നെ ഒന്ന് തിരിച്ചറിയുവാനും അവരിൽ സ്വീകാര്യനാക്കാനും സാധിച്ചു എന്നുള്ളതാണ് വാഴ 2 കൊണ്ടുള്ള ഏറ്റവും. കാവലാട് കാക്കി എന്നൊക്കെ പറയുന്ന ആ സാധനമല്ലേ, അതാണ് പോസ്റ്ററായിട്ടൊക്കെ കാവലാണ് കാക്കി, അതൊക്കെ നന്നായി. അതെ, പിന്നെ എന്താ പറയുക, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ എന്താ പറയാ മർദ്ദനമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇവരൊക്കെ കാണിക്കുന്ന ഒരു ആക്രോശത്തിലുണ്ടാകുന്ന ചില വാക്കുകൾ അതിനകത്ത് ഉപയോഗിച്ചു. അത് വേറെ കാര്യം. അതാണ് അതിന്റെ ഒരു ഫൺ പാർട്ട്. അത് ആ ക്യാരക്ടറിനോടുള്ളതാണ്. ക്യാരക്ടറാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതുപോലെ മോശമായിട്ട് കാണിച്ചപ്പോൾ അദ്ദേഹത്തോട് കാണിച്ച ഒരു ഇത് അത് ഉണ്ടായിരുന്ന കാലം ഉണ്ട്. ചേട്ടാ, അപ്പൊ ഈ വിപിൻ ദാസ് എങ്ങനെയാണ് ചേട്ടനിലേക്ക് എത്തുന്നത്? എങ്ങനെയാ ഈ ഒരു ക്യാരക്ടർ വേണ്ടി? അല്ല, ബിപിൻ ദാസ് ഞാൻ സത്യം പറഞ്ഞ ഇവരെ ആരെയും കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സാവിൻ സാർ നമ്മുടെ നാടിനടുത്തുള്ള ആളാണ്, പക്ഷെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. അപ്പം ഇവരെല്ലാം കാണുന്നതും ഇങ്ങനെ ഒരു യൂത്ത് ഒരു ന്യൂജൻ പടത്തിലേക്ക് എൻട്രി ആവുന്നതും ഞാൻ അതാണ്. അപ്പം ബിപിൻ അത് മസ്റ്റായിട്ട് എന്നെ തന്നെ ആദ്യം എന്നെ വിളിച്ചു. ആ ഡേറ്റ് എന്തൊക്കെ മാറി, അങ്ങനെ പ്രശ്നം വന്നു. അത് കഴിഞ്ഞ് ഞാനങ്ങ് വിട്ടു, കാരണം ഇനിയും അത് ആയിക്കോട്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ചു. അപ്പം നമുക്ക് വിധിച്ച ഒരു സാധനം, അതുകൊണ്ട് വിളിച്ചു വിട്ടു. അപ്പം ബിബിൻ്റെ ഒരു സ്ക്രിപ്റ്റ് അതിനകത്തെ ഒരു എന്താ പറയുക ഏറ്റവും ബൂമുള്ള ഒരു സാധനം. അതുപോലെ ആ ഒരു ബ്രില്യൻസ് ആണ് ആ പടത്തിൻ്റെ ടോട്ടൽ. കാരണം ഇന്നത്തെ തലമുറ അഭിമുഖീകരിക്കുന്ന അവരുടെ ചിന്താഗതിയും അതുപോലെ തന്നെ മാതാപിതാക്കൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കുമുള്ള കറക്റ്റ് റെമഡിയാണ്. തിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുപ്പിക്കാൻ വാഴ 2 എന്ന് പറഞ്ഞ പടം കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ, അതാണല്ലോ ഇത്രയും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആവുക എന്ന് പറയുന്നത് ആലോചിച്ച് 200 കോടി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ ഒരു ഹിറ്റ് ആവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതും വളരെ എന്താ പറയുക ഇന്നത്തെ ഒരു വലിയ ബഡ്ജറ്റിൽ ചെയ്തതല്ല, വലിയ സ്റ്റാർ ഇതില്ല. അപ്പം അങ്ങനെ വന്ന ഒരു പടത്തെ സ്വീകരിക്കുന്നത് അതിൻ്റെ എന്താ പറയുക ആ സ്റ്റോറി ലൈനും അതിൻ്റെ നന്നായി അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട്. അപ്പം ഞാൻ ചേട്ടൻ ചോദിക്കേണ്ടത്, അതായത് എനിക്ക് തോന്നുന്നത് ചേട്ടൻ്റെ ആദ്യത്തെ പിക്ചർ എന്ന് പറഞ്ഞാൽ 1984 പഞ്ചവടിപ്പാലം ആയിരിക്കാം അല്ലേ ചേട്ടാ? അതും ഇപ്പൊ 2026 വാഴ 2 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഈ ഒരു ഷിഫ്റ്റ്, അതായത് നമ്മളുടെ സിനിമയിൽ വന്ന മാറ്റം, അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഫിലിം മുതൽ ക്യാമറ മുതൽ ഡിജിറ്റൽ ഈ എല്ലാ യുഗങ്ങളും കണ്ട ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ, അതായത് ഇപ്പോൾ എല്ലാവരും പറയും ഇത് മലയാള സിനിമ, ഇത് ഇപ്പോഴത്തെ സിനിമകളൊക്കെ വളരെ ടെമ്പററി ആണ്, ഇത് പിന്നെ ഇത് നമ്മളൊന്നും ഓർത്തിരിക്കുന്ന പടങ്ങളൊന്നും ആയിരിക്കത്തില്ല, ഇത് കുറച്ച് പാട്ടുകളും അങ്ങനെയാണെന്ന് പറഞ്ഞൊരു. അപ്പോൾ ചേട്ടന് എന്താ തോന്നുന്നത്? അല്ല, ഇത് അങ്ങനല്ല. കാരണം ഇപ്പൊ എനിക്ക് പണ്ട് ഈ സിനിമ ഞാൻ നായകനായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ സീരിയൽ അഭിനയിക്കാൻ പോകും. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കും എന്തിനാ സീരിയൽ അഭിനയിക്കാൻ പോകും? അന്നൊക്കെ സീരിയൽ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഗ്രേഡ് പോലെ. അപ്പൊ ഞാൻ പറയാം എന്താ വ്യത്യാസം? ഞാൻ അന്നും സീരിയൽ അഭിനയിക്കുകയും ചെയ്യും, ഇത് ഇപ്പോഴും ഞാൻ അതിനകത്ത് ഒരു വ്യത്യസ്തതയൊന്നും കാണുന്നില്ല. പിന്നെ സീരിയൽ അന്ന് ഈ പറഞ്ഞ പോലെ പിന്നെ കാസറ്റ് ആയിരുന്നു എന്നുള്ളതേ ഉള്ളൂ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോള് ഫിലിം ക്യാനായിരുന്നു. ആ ക്യാൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് ആ റോൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ടാണ് എല്ലാവരും ഒരു അറ്റൻഷൻ ആവും. കാരണം നമ്മുടെ അതാണല്ലോ ആക്ഷൻ പറഞ്ഞ ടേക്കിനുള്ളത്.
അപ്പോഴത്തേക്ക് ചിലർ കോൺഷ്യസ് ആവും, ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പഴയ വലിയ ഡയറക്ടേഴ്സ് എല്ലാം ഒരു ചെറിയ വേഷത്തിന് പോലും ആർട്ടിസ്റ്റിനെ വിളിക്കത്തുള്ളൂ. കാരണം ഈ ഫിലിം റോളിൻ്റെ വില ഭയങ്കരമാണ്. അപ്പോൾ അത് പോകുന്നതിനേക്കാളും സമയവും നഷ്ടവും ഇതുമൊക്കെ എന്ന് വെച്ച് നോക്കുമ്പോൾ പുതിയൊരാളെ ഇത് ചെയ്യാതിരിക്കാൻ. ഇപ്പം അതല്ല. പണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചാൽ ഞാൻ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറൊക്കെ 2 പ്രാവശ്യം കിട്ടിയത് എം ജി യൂണിവേഴ്സിറ്റി. അപ്പം അവിടെയൊക്കെ അന്ന് നാടകം ചെറുപ്പം തൊട്ട് നാടകം കളിയാ. ഈ നാടകമൊക്കെ കളിക്കുന്ന എന്തിനാ സിനിമയിലേക്കുള്ളൊരു വഴിയെ. ഇന്ന് നാടകമൊന്നും വേണ്ട, റീൽസ് അതാണ് കാര്യം. അപ്പം നാടക മത്സരത്തിനോ അല്ലെങ്കിൽ ഇന്നിപ്പോ കലോത്സവത്തിന്റെ ഒരു സംഭവത്തിനേക്കാൾ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അറിയില്ല. ആ റീൽസിലേക്ക് പോയ ഒരു കാലം എന്ന് പറയുന്നത് ഞാനൊരു 3 തലമുറയെ കണ്ടിട്ടുണ്ട്. കൃഷി സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെയും പ്രേംനസീർ സാറിന്റെ അവസാന കാലഘട്ടങ്ങൾ തൊട്ട് മദ്രാസിലായിരുന്നു സിനിമയുടെ അന്നത്തെ ഇത്. അവിടെ തൊട്ട് തിരുവനന്തപുരം വന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളമായ ഈ 3 കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ട ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് കാലത്തിനനുസരിച്ച് മാറണമല്ലോ. അതിപ്പം മാറിയില്ലെങ്കിൽ നമുക്ക് പ്രസക്തി ഇല്ലല്ലോ. അങ്ങനെ ആ പ്രസക്തിയുടെ ഒരു 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 വലിയ ഒരു 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 അപ്ഡേഷനാണ് വാഴ 2. ഓക്കെ. അപ്പോൾ ചേട്ടൻ ഞാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണോ ആദ്യത്തെ നാടകം ചെയ്യുന്നത്? നാടകം അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതായത് അന്ന് ഞാൻ 77 വയസ്സുള്ള അപ്പൂപ്പനായിട്ട് അഭിനയിക്കുന്നത്. 7 വയസ്സുള്ള 73. അയ്യോ, അത് ശരി. നമ്മളൊരു ആക്ടർ ആവണമെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത്, അതായത് നമ്മൾ ആ ഒരു സമയം മുതലേ തുടങ്ങണം. അതായത് സ്കൂൾ മുതലേ തുടങ്ങി, യൂണിവേഴ്സിറ്റി മുതലേ തുടങ്ങി, പിന്നെ കുറെ അച്ഛന് അവിടുത്തെ മാസ്റ്റർ. ഓ അത് ശരി. അപ്പൊ അച്ഛന്റെ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവർക്കൊക്കെ കുറച്ച് നാടകവും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഈ ചെറുപ്പത്തിലെ വളരെ കുഞ്ഞിലേ ഉള്ള കുസൃതികളൊക്കെ കണ്ട് അച്ഛൻ ഇവനെ കലാകാരനാക്കാമെന്ന് തീരുമാനിച്ചു. എഞ്ചിനീയറും ഡോക്ടറും ആക്കാൻ ശ്രമിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛന്റെ ഒരു പ്രോത്സാഹനമാണ് ഇതിലേക്ക് എന്നെ ഒരു വഴികാട്ടിയാക്കി. അപ്പൊ 7 വയസ്സായപ്പോൾ ഞാൻ ഈ നാടകം കളിക്കുക, പ്രസവം എന്ന് പറഞ്ഞൊരു നാടകം കളിക്കുന്നു. അതൊക്കെ വലിയൊരു അത്ഭുതമായിരുന്നു ആ സമയം. അത് കഴിഞ്ഞിട്ട് ആണ്, ആ സമയം കഴിഞ്ഞ ഉടനെ തന്നെയാണ് എനിക്ക് ഫസ്റ്റ് പടം പഞ്ചവടിപ്പാലത്തിന് മുമ്പ് ആ പടം ഇറങ്ങിയിട്ടില്ല. കാട്ടുപോത്ത് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതാണ് എന്റെ ഫസ്റ്റ് 82-ല്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പഞ്ചവടി, പിന്നാണ് 3-ാം പക്കം സീസൺ വന്നിട്ടാണ് നേരെ ഞാൻ ഇതിലേക്ക് വേനൽക്കിനാവുകൾ എന്ന പടത്തിലേക്ക് നായകനാവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ കൃഷിയിലേക്ക് ഒരു 10-18 വർഷമായിട്ട് ഇപ്പം ഞാൻ വന്നപ്പോഴാണ് സിനിമയിലും മറ്റുള്ള സീരിയലിലും ഒക്കെ ഒരു ചെറിയ ഗ്യാപ്പ് അല്ലെ ബ്രേക്ക് എന്ന് പറയുന്ന പോലെ വരുന്നത്. അത് ഞാൻ സ്വയം വരുത്തുന്നതല്ല, സംഭവിച്ചു പോകുന്നതാണ്. അവരും ചിന്തിക്കുമ്പോൾ ഓ പുള്ളി കൃഷിയൊക്കെയാ, പുള്ളി ഇപ്പം ഇനി അല്ല ഞാനത് കേൾക്കട്ടെ. നമ്മള് സിനിമയിൽ വളരെ ആക്റ്റീവായിട്ട് നിന്നു, അതും അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പം അച്ഛൻ എനിക്കൊരു ദിവസം കൃഷി ചെയ്യണം എന്ന് പറയുന്നത് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. അതും അല്ല, അന്ന് അച്ഛൻ കൃഷി ചെയ്യുമ്പോ എതിർത്ത ആളാ, നമ്മളന്ന് നടനാവേണ്ട ആളാ. അപ്പൊ ചെളിയൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പൊ അതൊക്കെ നമ്മൾ എതിർത്ത ആളാ. പക്ഷെ അച്ഛന്റെ ഒരു മരണത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് വരുന്നതും. ഇപ്പം ഈ പറഞ്ഞ ഈ പാടശേഖരത്തിന്റെ പ്രസിഡന്റാണ്, പല കർഷകരുടെ കൂട്ടായ്മയുടെയും പ്രസിഡന്റും രക്ഷാധികാരിയായിട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി ഒരു ശബ്ദമാവാൻ സാധിക്കുന്നു. അത് ഞാൻ ഡൗൺ ബർത്തായിട്ട് കൃഷി എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ ഞാൻ AC മുറിയിലിരുന്ന് ഞാൻ കാശ് കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചോണ്ടിരുന്നാൽ എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് വരെയുള്ള ഈ സമയം വരെയുള്ള കർഷകന്റെ ബുദ്ധിമുട്ടുകളും പ്ലസും എനിക്ക് പറയാൻ സാധിക്കും. അതെന്താ വെച്ചാൽ ഞാൻ ഡൗൺ ബർത്തായിട്ട് ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഈ ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ കൃഷി കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? എന്താണ് അതിന്? പറ്റുമല്ലോ, ആ കാലം പോയി. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എന്ന് പറഞ്ഞാൽ കൃഷി ഒരു ജീവിത മാർഗമാക്കാമായിരുന്നു. ഇന്നത് പറ്റുകയില്ല. കാരണം എന്താ വെച്ചാൽ ചിലവ് ഒരു സൈഡിൽ കൂടി, അതിനനുസരിച്ചുള്ള വരവ് നമുക്ക് കാർഷിക മേഖലയിൽ നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ. ഈ സിനിമ ചെന്നൈയിലായിരിക്കുമ്പോൾ മുതൽ ചേട്ടൻ സിനിമയിലുണ്ട്. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? അതായത് അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ചെന്നൈയിൽ സെറ്റിലാവും, അല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രം സെറ്റിലാവും, അല്ലെങ്കിൽ കൊച്ചിയിൽ സെറ്റിലാവും. അതല്ല, ഇതാണ് എൻ്റെ നാട്, എൻ്റെ ആൾക്കാർ, എൻ്റെ പാടശേഖരം. ഈ ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് എത്തിയേ? അല്ല, അതാണ് ചിലപ്പോൾ എൻ്റെ നെഗറ്റീവ് ആയിരിക്കാം. എൻ്റെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു ഷിഫ്റ്റിങ് ചിലപ്പോൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ
കുറച്ചുകൂടെ വേഷങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചേനെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് ചിലപ്പം അന്ന് മദ്രാസിലായിരുന്നപ്പോൾ മദ്രാസിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ ഇപ്പോഴാണെങ്കിലും ഷിഫ്റ്റ് ചെയ്ത്. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല, ആരെ വേണേലും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നിമിഷ നേരം മതി. അപ്പോൾ അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ അത് മാറാത്തത് എനിക്ക് ഈ പറഞ്ഞ പോലെ നാടിനോട് ഭയങ്കര ഒരു ഇതാണ്. അത് ഈ ഒരു 10 ദിവസം ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് വന്ന് ഒന്ന് കറങ്ങിയാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. എല്ലാവരും ഒന്ന് കൈയൊക്കെ ഒന്ന് കാണിച്ചൊന്ന് പോയാൽ മതി, അല്ലാതെ എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒന്ന് വന്ന് നാട്ടിലൊന്ന് എല്ലാവരും ഒന്ന് കണ്ടുപോകണം. അതുകൊണ്ടാണ് ഇവിടുന്ന് പോകാത്തത്. ഇപ്പം ഇപ്പോഴത്തെ ചിന്തയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കൃഷിയൊക്കെ ഇപ്പം ഇങ്ങനെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ മാറാനും പറ്റത്തില്ലായിരുന്നു. അത് വേറൊരു കാര്യം. ചിലപ്പം അങ്ങനെ മാറിയിരുന്നെങ്കിൽ ഇനി ഒരു കർഷകനും ആവത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കാലത്തിനനുസരിച്ച് മാറാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ കരിയറിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചേട്ടൻ എവിടെ എപ്പോൾ കണ്ടാലും ഈ കുടയായിട്ടാണ് കാണുന്നത്. ഇത് അച്ഛൻ്റെ കുടയാണ്. ഈ പിടി മാറ്റിയിട്ടുണ്ട്, കാരണം 10-18 വർഷം കഴിഞ്ഞല്ലേ. ശീലയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം ഇല്ലാതെ വരാൻ പറ്റാത്തതുകൊണ്ട്. ഇത് അച്ഛൻ ഉപയോഗിച്ച കുടയാണ്. ഇതാണ് നമ്മളെ നയിക്കുന്നത്. അത് ശരി. ഈ അതേപോലെ ഈ ഫാമിലി വാല്യൂസ്, അച്ഛൻ അമ്മ, ഇതൊക്കെ വളരെ വളരെ ക്ലോസ് ആയിട്ട് വെക്കുന്ന ഒരാളും കൂടാണ്. ഈ എൻ്റെ വളരെ ചെറുപ്പമല്ല, ഞാൻ പ്രീഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിക്കുന്നു. അപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ മരണം അത് കഴിഞ്ഞ് സംഭവിക്കുന്നു. എന്നാലും ഇതൊക്കെ എനിക്ക് എന്താ പറയുക, എനിക്ക് വേണ്ട സമയങ്ങളിൽ എനിക്ക് മിസ്സായ ചില കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ഒരു വലിയ ഒരു ഫീലാണ്. അത് ശരി. ചേട്ടാ, ഇപ്പം സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് സ്ക്രീനുകൾ ഷെയർ ചെയ്തു. സീസൺ മുതൽ ലാസ്റ്റ് ഇട്ടിമാണി വരെ മീൻസ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-25 പടങ്ങളിൽ വലുതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും അത് ഞാൻ പറഞ്ഞില്ലേ, ഈ സീസൺ തൊട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ അന്ന് മുതലുള്ള അദ്ദേഹമായിട്ടുള്ളൊരു കണക്ഷനാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഉണ്ടായൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സീസണിൽ ഞാനുള്ള കാര്യം അദ്ദേഹത്തിന് ഇപ്പോഴും അറിയത്തില്ലായിരുന്നു. ഈ അടുത്ത സമയത്ത് ഞാനൊരു ബുക്ക് എഴുതി. അപ്പോൾ ആ ബുക്ക് എഴുതി എന്ന് പറയുമ്പം അതിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയപ്പം ആണ് സീസണിൻ്റെ കാര്യം. ഞാൻ ആ ഫോട്ടോ കാണിച്ചപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി. ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീൻ്റെ ആ ഫോട്ടോ, അന്നത്തെ 10-35 വർഷം മുമ്പുള്ള ആ ഫോട്ടോ ഞാൻ കാണിക്കുക. ചേട്ടൻ വണ്ടറായി പോയി. അത് കഴിഞ്ഞ് ഞാൻ ഈ ബുക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം നെൽകർഷക സംഭവമൊക്കെ ആയിട്ട് ബേസ് ചെയ്തുള്ള ഒരു സംഭവം ആയതുകൊണ്ട് എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ചെറിയൊരു ബയോപിക് പോലത്തെ ഒരു പുസ്തകം. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ അവതാരി എഴുതി തന്നെ. അങ്ങനെ ആ പുസ്തകത്തിൻ്റെ ടൈറ്റിലിൻ്റെ കർഷക നടന്ന് എന്നെ സിനിമയിലുള്ള എല്ലാവരും വിളിക്കുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഹൃദയപൂർവ്വം എന്നുള്ള വാക്കും അദ്ദേഹമാണ് എനിക്ക് സംബോധന ചെയ്തത്. അപ്പം ഹൃദയപൂർവ്വം കർഷക നടൻ ആ ബുക്കിൻ്റെ പേര്. അത് ലാലേട്ടനാണ് ചെയ്തത്. ഇപ്പോൾ ലാലേട്ടൻ ഈ അമ്മയുടെ ഞങ്ങളുടെ കുടുംബ സംഗമത്തിൽ മമ്മൂക്കയാണ് ലാലേട്ടനോട് ആ ബുക്ക് റിലീസ് ചെയ്തത്. അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാത്ത വലിയ എന്താ പറയുക, എനിക്ക് പത്മശ്രീ കിട്ടുന്നതിന് തുല്യമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന് വരെ ഒരു ബുക്ക് എഴുതിയിട്ട് ഞാൻ ഒന്നാതെ അങ്ങനെ ഒരു വളരെ എന്താ പറയുക, ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്ഷമ കൂടുതലുള്ള ആളല്ല. അപ്പം അത് കാരണം എനിക്ക് ഇതൊന്നും പറ്റും എന്ന് ഞാൻ ചിന്തിച്ചതല്ല. പക്ഷെ എന്നെ പ്രോത്സാഹിപ്പിച്ച 3-5 പേരുണ്ട്. അവരുടെ ആ പ്രോത്സാഹനം കൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി കാര്യങ്ങൾ ഒരു തരത്തിലാക്കി. ആ പുസ്തകം ഇന്ന് അത്യാവശ്യം എല്ലാവരും വായിച്ചവരൊക്കെ കൊള്ളാം, കാരണം സാഹിത്യമൊന്നുമില്ല, എന്നാലും കൊള്ളാം എന്നുള്ളൊരു ഇതിൽ വന്നു. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കർഷക നടൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ലാലേട്ടൻ തന്നത് ഒരു വലിയ അംഗീകാരമാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഇനിയിപ്പം വാഴയുടെ ഒരു സക്സസിന് ശേഷം അപ്പോൾ ഇനിയും സിനിമയിൽ നിന്നും ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ ചേട്ടന് എന്തായിരിക്കും? അല്ല, നമ്മുടെ പ്രൊഫഷണൽ അതാണ്. ഞാനിപ്പോൾ ഈ 10-40 വർഷമായിട്ട് ഇത് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഇല്ലേ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ, എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം സിനിമയിൽ വ്യത്യസ്തമാർന്ന വേഷം ചെയ്യണം. ഇതുപോലൊരു വ്യത്യസ്തത തരാൻ ചിലപ്പം ആൾക്കാർ ഇപ്പം ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ആൾക്കാരാണല്ലോ ഒരു ക്യാരക്ടറിനെ ആരാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ പുതിയ ആൾക്കാരെ എല്ലാവരെയും ഒന്നും എനിക്കറിയണമെന്നില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഡയറക്ടേഴ്സ്, ഇത്ര സ്ക്രിപ്റ്റ്, അവരൊക്കെ ഇന്ന ആൾക്കാർ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു ഇതാണ്. ഇപ്പം അതല്ല, പുതിയ ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പം
തിരിച്ചറിയുക എന്ന് പറയുന്നത് ഇപ്പൊ വാഴയിലൂടെ ആയിരിക്കാം. അതെ. അപ്പൊ അതിന്റെ ഒരു ബോണസ് ചിലപ്പോൾ കിട്ടുമായിരിക്കാം. അതാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞില്ല, ക്യാരക്ടർ വേഷങ്ങളിലേക്ക് കൂടുതൽ ചെയ്യണം എന്നാണ് എന്റെ ചിന്ത. ഓക്കെ. അതുപോലെ ചേട്ടാ, ഈ സിനിമയുടെ ഇത്രയും ഒരു കാലഘട്ടത്തിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പം സിനിമയെക്കുറിച്ച് ഒരുവിധം നമ്മളെല്ലാം കണ്ടിട്ടുമുണ്ട്. അപ്പോൾ സിനിമയിൽ ഇതിപ്പോൾ ഒന്ന് ഡയറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു കഥ ഇപ്പം എഴുത്ത് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതണം, അല്ലെങ്കിൽ ഒരു പരിപാടി നമുക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, ഇതിൻ്റെയൊക്കെ ഓഫറൊക്കെ എനിക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, ഡയറക്ഷൻ്റെ. ഈ പറഞ്ഞ പോലെ ഇച്ചിരി റിസ്ക് എടുക്കാൻ മടിച്ചതിന്റെ ഒരു കുഴപ്പം. ഈ നാട് വിട്ട് പോവാ എന്ന് പറയുന്നത് റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് എടുത്താലേ ഇതിനകത്ത് കാര്യമുള്ളൂ. കാരണം ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു പടത്തിന്റെ കപ്പിത്താനാണ്. അത് നിസ്സാരമായിട്ട് തള്ളാൻ പറ്റുകയില്ല. അതിന്റെ വിജയമായാലും അതിന്റെ നഷ്ടമായാലും അതിന്റെ എല്ലാ നെഗറ്റീവും പോസിറ്റീവും അനുഭവിക്കുന്നത് ഒരു ഇതാണ്. ഒരു പ്രൊജക്റ്റ് ആക്കി എടുക്കുന്നത് ഒരു ഡയറക്ടറാണ്, മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പൊ അത് എടുക്കാനായിട്ട് അന്ന് ഇച്ചിരി ചങ്കൂറ്റം കുറവായിരുന്നു. പക്ഷെ ലാലേട്ടൻ പോലും എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതൊക്കെ പക്ഷെ എന്താന്ന് വെച്ചാൽ ലാലേട്ടന്റെ അല്ലെങ്കിൽ മമ്മൂക്ക ഇവരൊക്കെ കാണുമ്പോൾ ഉള്ള ആ സ്നേഹവും ബന്ധവും, ലാലേട്ടൻ കുറച്ചുകൂടെ എല്ലാവരോടും കുറച്ചുകൂടെ മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം കുറച്ചുകൂടെ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കാനൊക്കെ തയ്യാറാവുന്ന ആളാണ്. നമുക്ക് കുറച്ചുകൂടെ ഒരു സീനിയറാണ്. അപ്പൊ അദ്ദേഹം കുറച്ചുകൂടെ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ അത്ഭുതങ്ങളിൽ നമുക്ക് ഇന്ത്യക്കെന്നല്ല ലോകത്തിന് സംഭാവന ചെയ്യാവുന്ന രണ്ടുപേരാണ് കൈകളിൽ അല്ലെ. അവരുടെ ബലമാണ് മലയാള സിനിമയിൽ നമുക്ക് ഇത്രയൊക്കെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ഇനി അടുത്തൊരു സംഭവം വരണം. അതാണ് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇതാണ് ഇപ്പം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം വരുമ്പോൾ ആ പുതിയൊരു തലമുറയിലേക്ക് കൈമാറ്റം നടത്താനായിട്ടുള്ള ഒരു വലിയ ഒരു ചൂടുമാറ്റമാണ്. അപ്പൊ ആ ചൂടുമാറ്റം പുതിയ ന്യൂജൻ കുട്ടികൾ ഇതിനകത്ത് ഈ ഇൻഡസ്ട്രിയിൽ അവരുടേതായിട്ടുള്ള സംഭാവനകളിലൂടെ കൈകടത്താൻ സാധിക്കും എന്ന് തെളിയിച്ചു. അതെ. നമ്മളിപ്പോഴും ഒരു കലാകാരൻ ആ നാട്ടിലുണ്ടെന്ന് അറിയുന്നത് ചേട്ടാ, ആ നാട്ടിലെ ആൾക്കാരില്ലേ, അവരെ വെച്ച് ഒരു പരിപാടി ബ്രാൻഡ് ചെയ്യുമ്പോഴാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ 2 സ്ഥലത്ത് ഞാൻ ചേട്ടനെ വെച്ചിട്ടുള്ള ആഡ് കണ്ടു. അപ്പൊ അത് ഈ നാടിന്റെ ഒരു സ്നേഹമാണോ? അതായത് ഞങ്ങളുടെ നാട്ടിലെ കലാകാരൻ, ഞങ്ങളുടെ നാട്ടിലൊരു കലാകാരൻ, അപ്പൊ ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് അദ്ദേഹം ബ്രാൻഡ് ചെയ്യട്ടെ എന്നുള്ള. അല്ല, അത് ആയിരിക്കാമല്ലോ. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഒരു വലിയ ഹൈ പ്രൊഫൈലിലൊന്നും നടക്കുന്ന ആളല്ല. ഞാൻ പാടത്ത് വരുന്നത് സ്കൂട്ടറിൽ വരും, അല്ലാത്ത ലോക്കലിൽ എനിക്ക് ഒരു പഴയ വണ്ടിയുണ്ട്, ആ പഴയ വണ്ടിയിൽ പോവും. അല്ലാത്ത ദൂരെ പോകുമ്പം കുറച്ചുകൂടി ഇച്ചിരി ഇതുണ്ട്. അല്ലാതെ നമുക്ക് വലിയ എന്താ പറയുക, വലിയ അമിതമായ ചെലവുകളോ അമിതമായ ഒന്നുമില്ല. വരുമാനം അനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ്. അപ്പം നമുക്കെപ്പോഴും നാട് എന്ന് പറയുന്നതിനകത്ത് ശത്രുക്കൾ ഇവിടെയുണ്ട്, മിത്രങ്ങളും ഉണ്ട്, ഇല്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാട്ടിൽ നമുക്ക് അറിയുന്നവരാ, പേരെടുത്ത് വിളിക്കാം നമുക്കൊരാളെ. ഞാൻ അതേ സ്ഥാനത്ത് വേറൊരിടത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റും. ഇതെനിക്ക് പേരെടുത്ത് വിളിക്കാം, അല്ലെ വീട്ടുപേര് പറയാം, അല്ലെ അവരുടെ വേറെ ബോട്ട്സ് എനിക്കറിയാം. അങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു സുഖം വളരെ വലുതാണ്. അപ്പോൾ ചേട്ടാ, ഇതിനു മുന്നേ നമ്മൾ ചേട്ടൻ കർഷകർക്ക് വേണ്ടി സംസാരിച്ചതിൽ ചേട്ടന് കുറേ, അതായത് ഞാൻ അതിന് മുന്നേ, ആ ചോദ്യത്തിന് മുന്നേ ഞാൻ ഇത് ആഡ് ചെയ്യട്ടെ. ചേട്ടാ, ഒരു കലാകാരൻ അവൻ്റെ രാഷ്ട്രീയം ഉണ്ടാവാൻ പാടുണ്ടോ? അതായത് അവൻ രാഷ്ട്രീയം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ അല്ല, പക്ഷെ അവനത് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഉണ്ടോ? ചേട്ടൻ എന്താ തോന്നുന്നത്? കലാകാരൻ എന്ന് പറയുന്നത് ഇമോഷണൽ ഒരാളാണ്. യഥാർത്ഥ കലാകാരൻ എപ്പോഴും ഭയങ്കര സെൻറ്റി ആയിരിക്കാം, ഇമോഷൻ ആവാം, അവര് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണല്ലോ എല്ലാ കലാകാരന്മാരും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ പലരും പല എന്താ പറയുക, ഒരു വണ്ടി ഒന്ന് തട്ടി അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കുക എന്ന് പറയുന്നത്, കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചോളം അവന്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതികരണമാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്യുന്നത്. അത് കർഷകന്റെ കാര്യമായാലും ശരി, അല്ലാത്ത കാര്യമായാലും. മനസ്സിലായി? അല്ല ചേട്ടാ, അപ്പൊ അതുകൊണ്ട് ചേട്ടനെ ഇതൊരു രാഷ്ട്രീയക്കാരനാണ്, ഇതൊരു പാർട്ടിക്ക് എതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ് എപ്പോഴും നമ്മൾ എന്താ പറയുക,
ഭരിക്കുന്ന പാർട്ടിക്കെതിരാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ. അത് പിന്നെ ഭരിക്കുന്നവരോടല്ലാതെ ഭരിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല. അപ്പം ഭരിക്കുന്നവരോട് പറയുമ്പോൾ അതിനെതിരാണെന്ന് ചിന്തിക്കരുത്. കാരണം നമ്മളെപ്പോഴും കർഷകന്റെ ഒരു സംഭവം അല്ലെങ്കിൽ വേറെ പൊതു വികാരങ്ങളിൽ പെടുന്ന കാര്യമായാലും നമ്മൾ ഭരിക്കുന്നവരോടാ പറയാൻ പറ്റൂ. അത് SRY ആരാന്ന് നമുക്ക് നോക്കേണ്ട കാര്യമല്ല. എനിക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഇല്ലെന്ന് പറയുന്നത് ഒരു നാട്യമാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്കും ഉണ്ടാവും വിശ്വാസങ്ങളൊക്കെ. പക്ഷെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാർഷിക മേഖലയിലോ അല്ലെ എൻ്റെ സിനിമ ഇൻഡസ്ട്രിയിലോ ഞാനത് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഒരു കാരണവശാലും എൻ്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ തെറ്റാണെന്നുള്ള വിശ്വാസം. കാരണം നമ്മൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം ചെയ്യാം, അല്ലാതെ ആ രാഷ്ട്രീയം കൊണ്ടുവന്ന് ഞാൻ കാർഷിക മേഖലയിൽ എൻ്റെ പിന്നെ അവരെ അതിനകത്തേക്ക് വലിച്ചഴിക്കുക അല്ലെങ്കിൽ എൻ്റെ അജണ്ട അതിനകത്ത് അടിച്ചമർത്തുക, അതൊന്നും ശരിയല്ല. അതുപോലെ തന്നെ ഞാൻ സിനിമ ഇൻഡസ്ട്രിയിലും ഞാൻ അങ്ങനെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാനത് ചെയ്തിട്ടുമില്ല. പക്ഷേ അല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമിൽ അതിലും പോലും ഇപ്പം ഞാൻ വളരെ വളരെ പിന്നോട്ടാണ്. കാരണം രാഷ്ട്രീയം നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെന്തിനാ വെറുതെ അതിനകത്ത് പോകുന്നത്? രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്, അവർ ജീവിക്കട്ടെ. ചേട്ടൻ ലളിതകല അക്കാദമിയിലെ മെമ്പറായിരുന്നു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചലച്ചിത്ര അക്കാദമി മെമ്പറായിരുന്നു, പിന്നെ സെൻസർ ബോർഡിലെ അംഗമായിരുന്നു. അപ്പോൾ നമ്മള് ഒരു ആക്ടർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇതെല്ലാം വേണ്ട എന്ന് വെച്ച് രണ്ടാമത് കൃഷിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ചേട്ടത്തിന് വലിയ കോളല്ലേ? അല്ല, ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ചലച്ചിത്ര അക്കാദമിയിലായിരുന്നപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് പ്രേം നസീർ പഠിച്ച കോളേജ്. അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി, ഇപ്പോഴും നടക്കുന്നുണ്ട്. 14 വർഷമായിട്ട് നടക്കുന്നത്. ലളിതകല അക്കാദമി, എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല, പക്ഷെ ഞാൻ അതിനകത്ത് മെമ്പറായപ്പോൾ ഞാൻ കുട്ടികളെ കൊണ്ട് ലഹരിക്കെതിരെ 13 വർഷം മുമ്പ് എല്ലാ റവന്യൂ ടവറിലും പോസ്റ്റർ ഒട്ടിച്ച് ഇതാണ്. ചങ്ങനാശ്ശേരി റവന്യൂ ടവറിൽ നിങ്ങൾ ഇപ്പോഴും നോക്കണം, 13 വർഷമായിട്ട് അതിൻ്റെ മുൻപിൽ ലഹരിക്കെതിരെ അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് താഴെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് പടം വരപ്പിച്ചിരിക്കുക. ഇപ്പോഴും അതവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് ചെയ്യിക്കാൻ ചിലപ്പം തോന്നിപ്പിക്കുന്നതായിരിക്കും. ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യം ചെയ്യാം. ഇപ്പം ഞാൻ അല്ലാതെ ഇപ്പം അടൂർ സാറിൻ്റെ പടം ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഞാൻ ആ ഒരു മേക്കിങ്ങിൽ എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. പ്രിയൻ സാറിൻ്റെ ഒരു കാര്യങ്ങൾ രീതിയുണ്ട്. അപ്പം ഇത് മാറി പുതിയൊരു തലമുറയുടെ ഒരു ഇതിലേക്ക് ചെല്ലുന്ന, ഇന്നാണ് ഇപ്പോൾ ലഹരിയുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി പറയുന്നത്. ഞാൻ ഈ 14 വർഷം മുമ്പ് ഞാനിത് ചെയ്യിപ്പിച്ചു, അതിപ്പോഴും അവിടെ കിടപ്പുണ്ട്. പറഞ്ഞ മനസ്സിലായി? അപ്പോൾ ആ പോസ്റ്ററും മുറുക്കി തുപ്പിയുള്ള ഭിത്തികളൊന്നും അല്ലാതെ അതിപ്പോഴും അത് അത്രയും മനോഹരമായിട്ടെങ്കിലും ഇത്രയും നാളെങ്കിലും കിടന്നെങ്കിൽ അത് അന്നത്തെ ആ ഒരു ചിന്താഗതി മനസ്സിലായി. അതൊക്കെയാണ് എനിക്ക് എൻ്റെ നാടിന് ചെയ്യാവുന്ന ട്രിബ്യൂട്ട്. അത് ഈ പറഞ്ഞ പോലെ ചലച്ചിത്ര അക്കാദമിയിലും ലളിതകല അക്കാദമിയിലും ഇപ്പം സെൻസർ ബോർഡിൽ ഇപ്പം അങ്ങനെ പോകാറില്ല. പിന്നെ മെമ്പറായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയാണ്, എൻ്റെ ജീവിതമാർഗമുള്ളതാണ് സിനിമ. ഞാൻ ഒരിക്കലും ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ നോക്കിയിട്ടില്ല. അതുമാത്രം സിനിമാക്കാർ വരണം എന്ന് ചേട്ടൻ വളരെ ശക്തമായിട്ട് പറഞ്ഞ ഒരു വ്യക്തി. അതെ, സിനിമാക്കാർ വേണം ഇതിനകത്ത് കൂടുതലും, അല്ലാതെ പൊളിറ്റിക്കലായിട്ട് മാത്രം പോരാ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ ഞാൻ. ഓക്കെ ചേട്ടാ, പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം പല ഭയങ്കരമായ ആരോപണങ്ങളാണ് സെൻസർ ബോർഡിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം സിനിമ എടുക്കാൻ പേടിയാവുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെട്ടുകൾ മാത്രമായിട്ട് മാറുകയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഡയറക്ടേഴ്സിനാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഭയങ്കര പേടിയാണ്. അതായത് സെൻസർ ബോർഡ് പിടിച്ചു വെച്ചിരിക്കുന്നു. നമുക്കിപ്പം ഇവിടുത്തെ കാര്യം തമിഴ്നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ വിജയ് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പടം റിലീസ് ജനനായകൻ വെട്ടി ഇത് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ എതിരെ ചേട്ടൻ എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ അതുകൊണ്ടാണല്ലോ ഇപ്പം ഞാൻ ഞാനിപ്പോൾ പോകാറില്ല. കാരണം എന്താ വെച്ചാൽ വേറെ മെമ്പേഴ്സ് ഉണ്ട്, ചെയ്തോട്ടെ. കാരണം ഓരോരുത്തരുടെയും അവിടെ ഇരിക്കുമ്പോൾ ആ റൂൾ അനുസരിച്ചുള്ള കാര്യങ്ങളിലാണ് ഇത് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ ശരിയുണ്ടാവാം, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതമാർഗമായ ഞാൻ ഇത്രയും 10-40 വർഷമായി ഈ കൊണ്ടു നടക്കുന്ന എൻ്റെ ഒരു ഇൻഡസ്ട്രിയെ ഞാൻ ഒരിക്കലും ദോഷം ഉണ്ടാക്കാൻ ശ്രമിക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ചലച്ചിത്ര അക്കാദമിയിൽ നിൽക്കുമ്പോൾ സെൻസർ ചെയ്യാത്ത പടങ്ങളാണ് അവിടെ ഫിലിം ഫെസ്റ്റിവൽ വരുന്നത്. അതും കണ്ട് അതും ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേ സ്ഥാനത്ത് ഈ കട്ട് ചെയ്യുന്ന സംഭവങ്ങളും കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ആസ്വദിച്ചെന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ പക്ഷെ ഇപ്പോൾ എന്താന്ന് പറയുക, നമ്മളൊരിക്കലും ഒരു ടാർഗറ്റ് വെച്ച് ഒരാളും
നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഞാൻ പറയാം എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ടെന്ന് ഞാൻ പറയും. ആ പൊളിറ്റിക്സ് നമ്മുടെ ഒരു പ്രൊജക്റ്റിനെ ആ പ്രൊഡക്റ്റിനെ അതിൽ ഉൾപ്പെടുത്തരുത്. നമ്മൾ ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് മെസ്സേജ് കൊടുക്കാവുന്ന, പിന്നെ കാശ് മുടക്കുന്ന ആള് അവന് 1 രൂപയെങ്കിലും തിരിച്ചു കിട്ടണം. ഈ കഴിഞ്ഞ ദിവസം ഇപ്പം മറ്റേ വേണു അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനാജനകമായ കാര്യം. കാരണം ഒരാളെ സംബന്ധിച്ചോളം ഇന്ന് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പിന്നെ ബഡ്ജറ്റ്. ഇപ്പം അതല്ല, പറയുന്നതിൻ്റെയൊക്കെ വളരെ വളരെ വലിയ ബഡ്ജറ്റിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ട് കോടികളാണ് നഷ്ടം വരുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസേഴ്സായിട്ട് രക്ഷപ്പെട്ടവർ വളരെ കുറവാണ്. ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് കാശ് ഉണ്ടാക്കി സെറ്റിലായിരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതേ സ്ഥാനത്ത് നഷ്ടങ്ങൾ വന്ന് ജീവിതം വളരെയധികം ബുദ്ധിമുട്ടായ ആൾക്കാർ വളരെ കൂടുതൽ. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു കാര്യമാണ്. ചേട്ടാ, ഈ സിനിമകൾ ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇത് എപ്പോഴും നടന്മാർ അവരുടെ പ്രതിഫലം ഒരു വലിയ വിഷയമാണ്. അതായത് ഓരോ സിനിമ കഴിയുമ്പോഴും ഡബിൾ അവാർഡ്. അതിൻ്റെ പല പ്രശ്നങ്ങളും നമ്മളിപ്പോൾ കേൾക്കുന്നുമുണ്ട്. അതായത് പ്രൊഡ്യൂസർമാർക്കാണ് ഇതിൻ്റെ എല്ലാ പ്രഷറും വരുന്നത്. അപ്പം ഈ നടന്മാർ ഓരോ സിനിമ കഴിയുമ്പോഴും എന്താ പറയുക, കോടികളങ്ങ് കൂടുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്താ ചേട്ടൻ പറയാനുള്ള? ഇത് എപ്പോഴും പ്രീ പ്രൊഡക്ഷനാണ് പക്ക വേണ്ടത്. അത് വന്ന ആ ബഡ്ജറ്റ് ചെയ്യാൻ സാധിക്കും. ആ പ്രീ പ്രൊഡക്ഷനിലെ കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായ സീൻസ് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല. അപ്പം അത് ഉണ്ടാവണം. അത് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഫിലിമെന്ന് പറയുന്നത് ഇപ്പം ഒരു മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ ഓക്കെ ആയി. ഇപ്പം ആ കാർഡിൻ്റെ പച്ചല നമ്മുടെ കാര്യങ്ങളൊക്കെ. അതേ സ്ഥാനത്ത് ഇത് ഫിലിം റോളും മറ്റേതുമൊക്കെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എത്ര എക്സ്പോസ് ചെയ്തു, അത് ജോഷി സാർ ഇത്ര, മറ്റേ അടൂർ സാർ ഇത്ര, ഐ വി ശശി ഇത്ര. അന്നതൊരു വലിയ പിന്നെ അത്ഭുതമായിരുന്നു. കാരണം ഒരു നായകൻ്റെയോ നായികയുടെയൊക്കെ എമൗണ്ടിൻ്റെ വളരെയധികം കൂടുതലാണ് ആ എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇന്നത് മാറി. ഇന്ന് ഇപ്പം എന്താ വെച്ചാൽ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ റിഹേഴ്സൽ പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാം. കാരണം ഈ മെമ്മറി കാർഡായത്. അപ്പോൾ അതിനകത്ത് ഒരു ശരി വരുന്നത് വരെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത്. അപ്പോൾ പക്ഷേ വേറെ കാര്യം, ഒരു സൈഡിൽ ഡേയ്സ് കൂടിക്കൊണ്ടിരിക്കും, ഷൂട്ടിംഗ് ഡേയ്സ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് അതിനകത്തെ വ്യത്യാസം. ആ വ്യത്യാസങ്ങൾ മാറി പ്രോജക്റ്റിൽ ഒരു നല്ല ഒരു കാൽക്കുലേഷനിലോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രോജക്റ്റും ദോഷം വരത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. ചേട്ടൻ്റെ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ഹീറോ, അതായത് അത് എത്ര വയസ്സിലാണ് ഫസ്റ്റ് ഹീറോ ആയിട്ട് ചെയ്യുന്ന പടം? ഞാൻ പിന്നെ 18 വയസ്സിൽ വേനൽക്കിനാവലാണ് ഫസ്റ്റ്. ഓക്കെ. അപ്പോൾ അതിന്റെ ഒരു മെമ്മറീസ് എങ്ങനെയാ ഫസ്റ്റ്? അത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം യൂത്താണ്. എല്ലാവരും സുധീഷ് ഞങ്ങളെല്ലാം ഭയങ്കര എന്താ പറയാ, ഞങ്ങള് ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട്. കാരണം ഇപ്പോഴത്തെ യൂത്തിന്റെ പടമാണല്ലോ, അന്നത്തെ കാലത്തെ യൂത്ത്. കാരണം പിന്നെ കമ്പ്യൂട്ടറൊക്കെ ഇറങ്ങുന്ന കാലഘട്ടമാണ്. അതിനെ ബന്ധപ്പെടുത്തി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. എന്നാൽ അതിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക, ഇന്ത്യയിലെ തന്നെ ഭാരത് അവാർഡുകളൊക്കെ കിട്ടിയ ആൾക്കാരാണ്. അപ്പം സേതുമാധവൻ സാറായാലും എൻ ഡി വാസുദേവൻ നായർ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വലിയ ലെജൻഡ്സ്. അപ്പോൾ അവരുടെ ആ പടമാണെങ്കിലും ഞങ്ങൾ പക്ഷേ വളരെ എൻജോയ് ചെയ്ത. പിന്നെ അത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇപ്പം എം ഡി സാറിൻ്റെ അടുത്തോ സേതുമാധവൻ സാറിൻ്റെ അടുത്തോ നമുക്ക് തോളത്ത് കയറിയിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടത്. ഈ പറഞ്ഞ പോലെ സാവിൻ സായും പുതിയ അവരൊക്കെ തോളത്ത് കൈയിട്ട് അവരുടെ ആ ഒരു പുതിയ ന്യൂജൻ ഇതിൽ ഒരു വളരെ എന്താ പറയുക കാഷ്വലായിട്ടാണ് അവർ കൈകാര്യം. മറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് പിന്നെ അവരെന്നല്ല, അന്ന് ഒരു സീനിയറും ജൂനിയറുമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് അന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം വന്ന് നമ്മൾ എന്താ പറയുക, മാറ്റങ്ങളൊക്കെ വന്നു എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അത് ഇത് ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ചേട്ടാ, ഇതേപോലെ ഞാൻ കേട്ടത് ശിവാജി സാറിന്റെ കൂടെയും. അതെ. അയ്യോ, അതൊരു ഭാഗ്യമാണ്. ശിവാജി സാറിന്റെ കൂട്ടത്തിൽ അഭിനയിച്ച അന്നത്തെ ഒരു യുവ നടന്മാർ ആകെ ഉള്ളത് ഞാൻ.
യാത്രാമൊഴി. അതെ, അത് നല്ലൊരു വേഷവുമായിരുന്നു. അല്ല, ഞാൻ പറയായിരുന്നു അന്ന് മൊബൈലില്ല, പക്ഷേ ഒരു ഫോട്ടോ പോലും എൻ്റെ ഇല്ല. ആ സെറ്റിലൊക്കെ കമലഹാസന്, പ്രകാശ് രാജ എൻ്റെ അളിയനായിട്ട് അഭിനയിക്കുന്നു, നെടുമുടി വേണു, തിലകൻ, എല്ലാവരും ഉണ്ട്. എന്നിട്ട് പോലും ഒരു നല്ലൊരു ഫോട്ടോ ഇല്ല. എന്നാലോചിച്ച്. അപ്പം ഇന്നാണെങ്കിൽ അതാണോ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഞാൻ പറയാം, അങ്ങനെ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച ഒരു ട്രാക്ടറി ഞാനും ലാലേട്ടനും അദ്ദേഹം കൂടെ ഉള്ള ഒരു ചെറിയൊരു ഇതായിട്ടുള്ള ഒരു ഫോട്ടോ അല്ലാതെ എൻ്റെ വേറൊന്നുമില്ല. അപ്പൊ ഈ ഇങ്ങനെ കുറെ മെമ്പേഴ്സ് ഇപ്പൊ ഈവൻ പത്മരാജൻ സാറിന്റെ കൂടെ ആണെങ്കിലും അല്ലേ, എന്ന് വെച്ചാൽ മലയാള സിനിമയിലെ ഇപ്പം MT സാറിന്റെ ഇതിൽ തുടങ്ങുന്നു, പിന്നെ പത്മരാജൻ സാറ്, അങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും തലതൊട്ടപ്പന്മാർ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇത് എല്ലാവരുടെയും കൂടെ. അതെ, പഞ്ചവടി പാലം. അതെ, അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തു. അപ്പം ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് സാറിന്റെ പടത്തിലോ അടൂസറിന്റെ പടത്തിലുണ്ട്, അപ്പോൾ ചേട്ടൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ ഞാൻ ഇതിലേക്ക് ഫോക്കസ് ചെയ്യണമായിരുന്നു, ഇതിലേക്ക് ട്രൈ ചെയ്യണമായിരുന്നു? ചിലപ്പം ചില സമയത്ത് ചിന്തിക്കുന്നു എൻ്റെ തെറ്റുകളാണ്, എൻ്റെ വീഴ്ചകൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതിനു വേണ്ടി ഞാൻ ഒത്തിരി അങ്ങ് എന്താ പറയുക റിക്വസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളല്ല. അപ്പം അതുകൊണ്ടാവാം. പക്ഷെ ഇപ്പം കാലത്തിനനുസരിച്ച് മാറിയേ പറ്റൂ. പണ്ടെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യണം, റിക്വസ്റ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ഗോഡ് ഫാദർ ഉണ്ടാവണം. ഇത് രണ്ടും എനിക്കില്ലായിരുന്നു. മനസ്സിലായി. അപ്പം അതിൽ നിന്ന് ഇതുപോലൊരു നാട്ടിൽ നിന്ന് ഇതുപോലെ ഫൈറ്റ് ചെയ്ത് അതിനുവേണ്ടി നാട്ടിൽ നിന്ന് മാറി നിൽക്കാതെ അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കണം. ഓക്കെ. അപ്പം അങ്ങനെ ഉള്ള ഒരു സംഭവം എനിക്ക് ഇന്നുണ്ടായത് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ്. ശിവാജി സാറിനോടൊക്കെ അഭിനയിക്കാൻ ഞാൻ പറഞ്ഞത്, സാറൊക്കെ എന്ന് പറഞ്ഞാൽ 6 മണി എന്ന് പറഞ്ഞാൽ 5:30 വരും, 8 മണി എന്ന് പറഞ്ഞാൽ 7:30 വരും. അതാണ് അദ്ദേഹം. അപ്പം പഞ്ച്വാലിറ്റി, അതാണ് പറഞ്ഞത്. അപ്പം ഒരു ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിലെ എല്ലാവരും പഠിക്കേണ്ട ഒരു സാധനം പഞ്ച്വാലിറ്റി, ടൈമിങ്. നമ്മളൊരു 8 മണി എന്ന് പറഞ്ഞാൽ ഒരു 8:30 തുടങ്ങത്തക്ക രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതാണ് അതിനകത്തെ കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ടൈം ഡ്യൂറേഷൻ, ഈ ഡേയ്സ് ഷൂട്ടിങ്, അതൊക്കെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ചെറിയ മണ്ടത്തരത്തിൽ എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതൊന്നും ഞാൻ പറയുന്നത് അല്ല ഇതിൻ്റെ എല്ലാം അവസാന വാക്ക്. എന്നാലും എൻ്റെ ചില ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ അതാണ്. പിന്നെ ഈ പറഞ്ഞില്ലേ പത്മരാജ സാർ ആയിക്കോട്ടെ, പത്മരാജ സാറിനെ പോലെ കാലത്തിനതീതമായി കഥകൾ എഴുതിയ ഒരാൾ വേറെ. അദ്ദേഹത്തിൻ്റെ ഒരു പടവും വേറൊരു പടവുമായിട്ട് ബന്ധമല്ല പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ പടത്തിൽ അന്നത്തെ കാലത്ത് ഒരു ചെറിയ വേഷത്തിലാണെങ്കിലും തുടക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം എനിക്ക് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ കൃഷിയിലോട്ട് വരുന്നതോ, അല്ലെങ്കിൽ ഞാൻ ഈ പുസ്തകം എഴുതിയതോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വാഴ എന്ന് പറഞ്ഞ പടത്തിൽ എത്തിയതും ഒക്കെ അവിചാരിതമായിട്ട്, ഒന്നും പ്ലാൻഡ് അല്ല. അപ്പം അങ്ങനെ പ്ലാൻഡ് അല്ലാതെ അവിചാരിതമായിട്ട് വന്നിറങ്ങിയ കാര്യങ്ങളിൽ അവിടെ ചില സക്സസ് ഉണ്ടാവുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അതിലാണ് നമുക്ക് ഒരു ഹൈപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ. ചേട്ടാ, വാഴ കണ്ടിട്ട് ഫാമിലി, ചേട്ടനായിരിക്കും 2 പെൺകുട്ടികളുണ്ട്, അപ്പൊ ഇവരെന്താ പറഞ്ഞു, മക്കളെന്താ പറഞ്ഞു? അല്ല, അവരുടെ ഫ്രണ്ട്സും ഒക്കെ അതിനകത്ത് ഹാപ്പിയാണ്. അവരും സന്തോഷമല്ലേ, കാരണം അച്ഛൻ്റെ ഒരു വേഷം സക്സസ് ആയി എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അവർ വളരെ ഹാപ്പിയാണ്. എല്ലാവരും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരുമായിട്ട് പോയി സിനിമ കഴിഞ്ഞ ദിവസം പോയി കാണുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അതുകൂടാതെ മൂത്തവളാണ് മൂന്നാമത്തെ പ്രാവശ്യം കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവർ വിളിക്കുന്നതും ആ വേഷം ചെയ്യുന്നതും ആ വേഷം പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക്. പ്രേക്ഷകർ സ്വീകരിച്ചില്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല. നമ്മൾ നായകനായിട്ട് അഭിനയിച്ചിട്ട് പടം ആൾക്കാർ കണ്ടില്ലെങ്കിൽ വലിയ പ്രയോജനമുണ്ട്. അപ്പം ഓടുന്ന പടത്തിൽ, സക്സസ് ആകുന്ന പടത്തിൽ ഒരു നല്ല വേഷം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഭാഗ്യം. അപ്പോൾ ചേട്ടാ, ഈ വാഴ എന്നുള്ള ഈ ഒരു സിനിമയിൽ നിന്നും ചേട്ടന് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ തന്നെ കൃഷിയും അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാ ആശംസകളും ചേട്ടാ. താങ്ക് യു. നമ്മുടെ ഇതിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.